Hi friends, Industries Extension Officer Kerala PSC set 4th question ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ മെറ്റൽസ് ആൻഡ് അലോയ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പേർക്കും നോട്ടിഫിക്കേഷൻ വന്നെന്ന് വിചാരിക്കുന്നു. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസിൻ്റെ കൺഫർമേഷൻ ഡിസംബർ ഫസ്റ്റ് വീക്കാണ് എക്സാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a characteristic of Polytetra-flouro ethylene? PTFE എന്ന് പറയുന്നത്. ഈ PTFE നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പ്ലംബിംഗ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പൈപ്പ് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു വൈറ്റ് കളർ ടേപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ PTFE എന്ന് പറയുന്നത്. ഒരു വൈറ്റ് കളർ ആയിട്ടുള്ള ടേപ്പ് ലീക്ക് പ്രൂഫിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സെൽഫ് അഡ്ഹസീവ് തന്നെ ഉള്ളതാണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെന്ന് വെച്ചാൽ ഇറ്റ്സ് ഹൈലി റെസിസ്റ്റൻസ് ടു കെമിക്കൽ അറ്റാക്ക്. ഓപ്ഷൻസ് ഹൈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ടഫ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് സി റെസിസ്റ്റൻസ് ടു കെമിക്കൽ അറ്റാക്ക്. ഇത് കെമിക്കൽ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു ഒബ്ജക്റ്റ് ആണ്. ആക്ച്വലി ഇത് 1938 റോയ് പ്ലങ്കറ്റ് എന്ന് പറയുന്ന ആള് ഡിസ്കവർ ചെയ്തതാണ്. ത്രെഡ് റാപ്പിംഗ്, വൈറ്റ് ടേപ്പാണ് ത്രെഡ് റാപ്പ് ചെയ്യുന്നത്. ത്രെഡ് നമ്മുടെ പൈപ്പിന്റെ ത്രെഡ് ഒക്കെ റാപ്പ് ചെയ്യുന്ന വൈറ്റ് കളർ ടേപ്പാണ്. സെക്കൻഡ്, വൈ അലോയ് എന്ന് പറയുന്ന വൈ അലോയ് കണ്ടെയ്ൻസ് എന്തൊക്കെ എലമെന്റ്സ് ആണ് വൈ അലോയിൽ അടങ്ങിയിരിക്കുന്നത്? സോ വൈ അലോയ് എന്ന് പറയുന്നത് ഒരു നിക്കൽ കണ്ടെയ്നിങ് അലുമിനിയം അലോയിനെയാണ് നമ്മൾ വൈ അലോയ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ബ്രിട്ടീഷ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതായത് ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് ബ്രിട്ടീഷ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നിക്കൽ കണ്ടെയ്നിങ് അലുമിനിയം അലോയ് ആണ് വൈ അലോയ്. 3.5 to 4.5% കോപ്പർ ഉണ്ട്, 1.2 to 1.7% മാംഗനീസ്, 1.8 to 2.3% നിക്കൽ, 0.6% each of സിലിക്കൺ, മെഗ്നീഷ്യം ആൻഡ് അയൺ ആൻഡ് റസ്റ്റ് അലുമിനിയം. അപ്പോൾ അതിൻ്റെ കൂടുതൽ കണ്ടന്റ് വരുന്നത് നമുക്കറിയാം അലുമിനിയം ആണ്. അലുമിനിയത്തിൻ്റെ അലോയ് ആണ്. കൂടുതൽ കണ്ടന്റ് വരുന്നത് കോപ്പറും അതുപോലെ തന്നെ നിക്കൽ. അതുകൊണ്ട് നിക്കൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു അലുമിനിയം അലോയ് ആണ് വൈ അലോയ്. Which of the following has a fine gold color and is used for imitation jewelry and casting of dental crowns? അതായത് ഒരു പ്രത്യേകതരം മെറ്റലാണ് അല്ലെങ്കിൽ ഒരു അലോയ് ഫോമാണ്, മെറ്റൽ അലോയ് ഫോമാണ്. വിച്ച് ഹാവ് എ ഫൈൻ ഗോൾഡ് കളർ. ഗോൾഡ് കളർ നമ്മൾ ഇമിറ്റേഷൻ ജുവലറി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമിറ്റേഷൻ ജുവലറി. ഡെന്റൽ ക്രൗൺസ്, ഡെന്റിസ്റ്റ് യൂസ് ചെയ്യുന്ന ഡെന്റൽ ക്രൗൺസ് കാസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫൈൻ ഗോൾഡ് കളർ ആയിട്ടുള്ള ഒരു അലോയ് വിച്ച് ഈസ് കോൾഡ് അലുമിനിയം ബ്രോൺസ്. അലുമിനിയം ബ്രോൺസ് എന്ന് പറയുന്ന അലോയ് ആണ്. ഈ ഹാവ് എ ഫൈൻ ഗോൾഡ് കളർ, ഇമിറ്റേഷൻ ജുവലറി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. Fourth question. Elinvar, an alloy used in precision instrument, hair springs for watches, etc., contains the following element as principal alloying element. Elinvar എന്ന് പറയുന്നത് ഒരു അലോയ് ആണ് യൂസ്ഡ് ഇൻ പ്രിസിഷൻ. അതായത് പ്രിസിഷൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, നമ്മളെ മെഷർമെന്റ് ഡിവൈസസിൽ, അതുപോലെ ഹെയർ സ്പ്രിങ്, വാച്ചസിൻ്റെ അകത്തുള്ള ഹെയർ സ്പ്രിങ് ഒക്കെ ഉള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, വാച്ച്, ഇതിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന സ്പ്രിങ്, ഇതൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു അലോയ് ആണ് എലിൻവർ എന്ന് പറയുന്നത്. എലിൻവറിന്റെ പ്രിൻസിപ്പൽ അലോയിങ് എലമെന്റ് എന്താണ്? പ്രിൻസിപ്പൽ അലോയിങ് എലമെന്റ്, അതായത് ഒരു മെറ്റലിനെ അലോയ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു അലോയിങ് എലമെന്റ് കാണും. എലിൻവറിന്റെ മെയിൻ അലോയിങ് എലമെന്റ് എന്താണെന്നാണ് ആൻസർ ഈസ് നിക്കൽ. അതായത് ഇതൊരു അയണിന്റെ ഒരു അലോയ് ആണ്. 52% അയണും 36% നിക്കലും 12% ക്രോമിയവും അടങ്ങിയിട്ടുള്ള ഒരു അലോയ് ആണ് എലിൻവർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ അലോയിങ് എലമെന്റ് ആണ്. പ്രിൻസിപ്പൽ എലമെന്റ് ചോദിച്ചിരുന്നെങ്കിൽ അയൺ ആണ്,
52% അയൺ ആണ്. പക്ഷെ ചോദിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ അലോയിങ് എലമെന്റ് എന്തെന്നാണ്. അപ്പം പ്രിൻസിപ്പൽ അലോയിങ് എലമെന്റ് എന്ന് പറയുന്നത് നിക്കലാണ്. 12% ക്രോമിയം ഉള്ളൂ, പക്ഷെ നിക്കൽ 36% ഉണ്ട്. നെക്സ്റ്റ് 5th question. Which metal is known as red brass in United States of America? Which metal is known as red brass in United States of America? USA-ലെ റെഡ് ബ്രാസ് എന്ന് അറിയപ്പെടുന്ന ഏത് മെറ്റലാണ്? ഡൗ മെറ്റൽ, ബ്രോൺസ് മെറ്റൽ, ഗൺ മെറ്റൽ, ബാബിറ്റ് മെറ്റൽ. ആൻസർ ഈസ് ഗൺ മെറ്റൽ. ഗൺ മെറ്റലിനെയാണ് റെഡ് ബ്രാസ് എന്ന് USA-ലൊക്കെ അറിയപ്പെടുന്നത്. ഇറ്റ്സ് എൻ അലോയ് ഓഫ് കോപ്പർ, ടിൻ ആൻഡ് സിങ്ക്. ഗൺ മെറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെഡ് ബ്രാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അലോയ് ഓഫ് കോപ്പർ, ടിൻ ആൻഡ് സിങ്ക്. ആക്ച്വലി ഈ റെഡ് ബ്രാസ് ഒരു വളരെ നമ്മൾ ഗൺ മെറ്റൽ വെച്ചിട്ട് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അത് ബ്രിട്ടീഷിലെ ഹയസ്റ്റ് മിലിറ്ററി വാലർ ആയിട്ടുള്ളൊരു മെഡലാണ് വിക്ടോറിയ ക്രോസ്. PSC പഠിക്കുന്നത് തന്നെയാണ് വിക്ടോറിയ ക്രോസ്. അത് ബ്രിട്ടന്റെ ഹയസ്റ്റ് മിലിറ്ററി അവാർഡാണ്. ആ വിക്ടോറിയ ക്രോസ് ഉണ്ടാക്കുന്നതും ഇതേ റെഡ് ബ്രാസ് അല്ലെങ്കിൽ ഗൺ മെറ്റൽ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഗൺ മെറ്റൽ എന്ന് പറയുന്നത് ഒരു ബ്ലൂയിഷ് ടിഞ്ച് ആയിട്ടുള്ള ഒരു കളർ ഉള്ള ഒരു ഇതാണ്, ഷെയ്ഡ് ഓഫ് ഗ്രേ ആണ്. പക്ഷേ അമേരിക്കയിൽ അത് റെഡ് ബ്രാസ് എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി ഇതിന്റെ കളർ എന്ന് പറഞ്ഞ ഷെയ്ഡ് ഓഫ് ഗ്രേ ആണ് വിത്ത് എ ബ്ലൂയിഷ് ടിഞ്ച് കളർ. Next question. The aluminium alloy mainly used for anodized utensil manufacture. Aluminium alloy mainly used for anodized utensil manufacture is Hindalium. Hindalium എന്ന് പറയുന്ന അലുമിനിയം അലോയ് ആണ് യൂട്ടൻസിൽ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്നത്. ഹിൻഡാലിയം എന്ന് പറയുന്നത് അലുമിനിയം പ്ലസ് മാംഗനീസ് ഉണ്ട്, മഗ്നീഷ്യം, ക്രോമിയം ആൻഡ് സിലിക്കൺ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു അലോയ് ആണ് ഹിൻഡാലിയം എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ അലോയ് ഓഫ് അലുമിനിയം, മഗ്നീഷ്യം, മാംഗനീസ്, ക്രോമിയം ആൻഡ് സിലിക്കൺ. പിന്നെ ബാക്കി ഓപ്ഷൻസ് ബൈ അലോയ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ നിക്കൽ കണ്ടെയ്നിങ് അലുമിനിയം ആണ്. പിന്നെ ഡുറാലുമിൻ എന്ന് പറയുന്നത് അലുമിനിയം, കോപ്പർ, മാംഗനീസ് ആൻഡ് മഗ്നീഷ്യം ചേർന്നിട്ടുള്ള ഒരു അലോയ് ആണ് ഡുറാലുമിൻ യൂസ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലാണ്. എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലാണ് ഡുറാലുമിൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ മെഗ്നാലിയം എന്ന് പറയുന്നത് അലുമിനിയം അലോയ് തന്നെയാണ് വിത്ത് മഗ്നീഷ്യം ആൻഡ് സം സ്മോൾ അമൗണ്ട്സ് ഓഫ് നിക്കൽ ആൻഡ് ടിൻ. അതാണ് മെഗ്നാലിയം. Seventh question. Which of the following impurity in cast iron makes it hard and brittle? എന്ത് impurity ആണ് കാസ്റ്റ് അയണിനെ ഹാർഡും ബ്രിട്ടിലും ആക്കുന്നത്? ആൻസർ ഈസ് സൾഫർ. സൾഫർ കണ്ടന്റ് ആണ് കാസ്റ്റ് അയണിന്റെ ബ്രിട്ടിൽനെസ് കൂടുതൽ ആക്കുന്നത്. സൾഫർ ഇമ്പ്യൂരിറ്റി കാസ്റ്റ് അയണിൽ കൂടുതലുള്ളതുകൊണ്ടാണ്. 8th question. Furnace is lined with silica bricks. In which process? ഇതിൽ ഏത് പ്രോസസ്സിലാണ് ഫർണസിൽ സിലിക്ക ബ്രിക്സ് ലൈൻ ചെയ്തത്? ഈ പ്രോസസ്സ് എല്ലാം തന്നെ സ്റ്റീൽ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്നത്. സ്റ്റീലിനെ നമ്മൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഫർണസുകളാണ് അല്ലെങ്കിൽ പ്രോസസ്സുകളാണ് ഈ കൊടുത്തിരിക്കുന്ന ബെസമർ പ്രോസസ്, ഡുപ്ലക്സ് പ്രോസസ്, LD പ്രോസസ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ ഹെർത്ത് പ്രോസസ് എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ മാനുഫാക്ചറിങ് പ്രോസസ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രോസസ്സിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫർണസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫർണസിൽ സിലിക്ക ബ്രിക്സ് നമ്മൾ സാധാ ചുടുകട്ട പോലത്തെ അതുപോലത്തെ സിലിക്ക ബ്രിക്സ് ലൈൻ ചെയ്തിരിക്കുന്നെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് അസിഡിക് ബെസമർ പ്രോസസ് എന്നാണ്. ബെസമർ പ്രോസസ് എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദി ഏൻഷ്യന്റ്, ആദ്യമായി നമുക്ക് കണ്ടുപിടിച്ച് സ്റ്റീൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബെസമർ പ്രോസസ്. അപ്പോൾ ആ പ്രോസസ്സിൽ ഫർണസ് ലൈൻ ചെയ്തിരിക്കുന്ന സിലിക്ക ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ്.
Next, furnace is lined with mixture of tar and burned dolomite bricks in process. ഏത് പ്രോസസ്സിലാണ്? The furnace is linked with the mixture of tar. സിലിക്ക ബ്രിക്ക് ലൈൻ ചെയ്തേക്കുന്ന അസിഡിക് ബെസമർ പ്രോസസ്സിലാണെങ്കിൽ മിക്സർ ഓഫ് ടാർ ആൻഡ് ബേൺഡ് ഡോളോമൈറ്റ് ബ്രിക്സ് ലൈൻ ചെയ്തേക്കുന്നത് ബേസിക് ബെസമർ പ്രോസസ്സാണ്. മറ്റേത് അസിഡിക്കിലാണ് നമ്മൾ സിലിക്ക ബ്രിക്ക് അലൈൻ ചെയ്യുന്നത്. ഇതിൽ ബേസിക് ബെസമർ പ്രോസസ്സാണ് അലൈൻ ചെയ്തേക്കുന്നത്. Okay. Steel making process used at Rourkela Steel plant. Rourkela Steel plant നമുക്കറിയാം, one of the famous steel plant in India. അപ്പോൾ ആ സ്റ്റീൽ പ്ലാന്റിൽ, റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൽ ഏത് പ്രോസസ്സാണ്? ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട് സ്റ്റീൽ ഉണ്ടാക്കാൻ. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൽ ഏത് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്? അസിഡിക് ബെസമർ പ്രോസസ്, ബേസിക് ബെസമർ പ്രോസസ്, ഡുപ്ലക്സ് പ്രോസസ്, LD പ്രോസസ്. ഇതിൽ LD പ്രോസസ്സാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റീൽ ഉണ്ടാക്കാനായിട്ട്. LD എന്ന് പറയുന്നത് ലിൻസ് ഡോണവിറ്റ്സ് എന്ന് പറയുന്ന രണ്ടുപേര് സയൻറ്റിസ്റ്റ് ആണ്. അവരുടെ പേരാണ് ലിൻസ് ഡോണവിറ്റ്സ് പ്രോസസ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ബേസിക്കലി അത് ഓക്സിജൻ പ്രോസസ് എന്നും പറയും. ബേസിക് ഓക്സിജൻ പ്രോസസ് എന്ന് പറയും. അതായത് മോൾട്ടൻ പിഗ് അയണിലേക്ക് ഓക്സിജൻ ബ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്ലോയിങ് ഓക്സിജൻ ത്രൂ മോൾട്ടൻ പിഗ് അയൺ. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ കാർബൺ കണ്ടന്റിനെ കുറയ്ക്കും. ബേസിക് നമ്മൾ മോൾട്ടൻ പിഗ് അയണിലേക്ക് ഓക്സിജൻ ബ്ലോ ചെയ്യും, അങ്ങനെ കാർബൺ കണ്ടന്റ് കുറയും. സോ ഇറ്റ് ചേഞ്ചസ് ഇൻ ടു ലോ കാർബൺ സ്റ്റീലാണ് നമുക്ക് കിട്ടുന്നത്. ലോ കാർബൺ സ്റ്റീൽ കിട്ടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് LD പ്രോസസ് അല്ലെങ്കിൽ ലിൻസ് ഡോണവിറ്റ്സ് പ്രോസസ് എന്ന് പറയും. 11th. ഓക്കെ, നേരത്തെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് പറഞ്ഞു. അതുപോലെ തന്നെ ഫേമസ് ആണ് ടാറ്റ സ്റ്റീൽ. നമുക്കറിയാം ടാറ്റ സ്റ്റീൽ ആൻഡ് അയൺ വർക്ക്സ്, ജംഷഡ്പൂരിലുള്ള ടാറ്റ സ്റ്റീൽ. അവിടുത്തെ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അവിടുത്തെ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സ് LND ആണോ, ഡുപ്ലെക്സ് ആണോ, അതോ ബെസമർ പ്രോസസ് ആണോ? അവിടുത്തെ ടാറ്റ സ്റ്റീലിലെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡുപ്ലെക്സ് പ്രോസസ്സാണ്. ഡുപ്ലെക്സ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈപ്പ് ഓഫ് 2 പ്രോസസ്സ്. ഡുപ്ലെക്സ് നമുക്കറിയാം രണ്ട് ഡബിൾ പ്രോസസ്സാണ്. അവിടെ ബെസമർ യൂസ് ചെയ്യുന്നുണ്ട് പ്ലസ് ഓപ്പൺ ഹാർത്ത് പ്രോസസ്സും. ആദ്യത്തെ പ്രീവിയസ് ആയിട്ടുള്ള ഏറ്റവും ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ബെസമർ, അതിനുശേഷം കണ്ടുപിടിച്ച ഓപ്പൺ ഹാർത്ത് പ്രോസസ്, ഇത് രണ്ടുമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ബെസമർ പ്രോസസ്സിലും സെക്കൻഡ് സ്റ്റെപ്പ് ഓപ്പൺ ഹാർത്ത് പ്രോസസ്സിലും ചെയ്യുന്ന ഡുപ്ലെക്സ് പ്രോസസ്സാണ് ടാറ്റ സ്റ്റീൽ ആൻഡ് അയൺ വർക്സിൽ ചെയ്യുന്നത്. Okay, the steel making process, which is a combination of acidic Bessemer and basic open hearth process, is called. നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. It's a streel എന്നായി പോയി. Sorry for the spelling mistake. The steel making process, which is a combination of acidic Bessemer and basic open hearth. ഞാൻ പറഞ്ഞ പോലെ രണ്ട് പ്രോസസ്, ബെസമർ പ്രോസസ്സും ഓപ്പൺ ഹാർത്ത് പ്രോസസ്സും ടാറ്റ സ്റ്റീലിൽ ചെയ്യുന്ന സെയിം പ്രോസസ്, അതിനെ നമ്മൾ പറയുന്നത് ഡുപ്ലെക്സ് പ്രോസസ് എന്നാണ്. 13. Steel produced by Bessemer process as compared to that produced by LD processes. Steel Bessemer process വഴി ഉണ്ടാക്കുന്ന സ്റ്റീൽ LD പ്രോസസ്സിനെ അപേക്ഷിച്ച് ബെറ്റർ ആണോ, ഇൻഫീരിയർ ആണോ, സെയിം ആണോ? നൺ ഓഫ് ദീസ്. ഞാൻ പറഞ്ഞു ബെസമർ എന്ന് പറയുന്ന ഒരു പ്രിമിറ്റീവ്, അതായത് ആദ്യം കണ്ടുപിടിച്ച ഒരു പ്രോസസ്സാണ്. ഒബ്വിയസ്ലി പുതിയ പ്രോസസ്സ് എന്ന് പറയുന്ന LD പ്രോസസ്സാണ്. അപ്പോൾ അതിനായിരിക്കും കൂടുതൽ മേന്മയുള്ളത്. അപ്പോൾ സ്റ്റീൽ പ്രൊഡ്യൂസ് ബൈ ബെസമർ പ്രോസസ്സ് എന്ന് പറയുന്നത് LD പ്രോസസ്സിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഇൻഫീരിയർ ക്വാളിറ്റിയാണ്. ബട്ട് മോർ ആൻഡ് മോർ റിഫൈൻഡ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ അതിനെ കൂടുതൽ മെച്ചമാക്കി എടുക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ബെസമർ പ്രോസസ്സിലൂടെ ആദ്യം കിട്ടുന്ന നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് LD പ്രോസസ്സിനേക്കാളും ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ജർമ്മൻ സിൽവർ. ജർമ്മൻ സിൽവറിൽ എത്ര പെർസെൻറ്റേജ് സിൽവർ കണ്ടെയ്നർ അടങ്ങിയിട്ടുണ്ട്? 12.5% സിൽവർ, 5% സിൽവർ, 1% സിൽവർ, നോ സിൽവർ. ആക്ച്വലി ജർമ്മൻ സിൽവർ എന്നാണ് പേരെങ്കിൽ പോലും അതിൽ 1% പോലും എന്ത് അടങ്ങിയിട്ടില്ല? സിൽവർ അടങ്ങിയിട്ടില്ല. ജർമ്മൻ സിൽവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈറ്റ് അലോയ് ഓഫ് നിക്കൽ, സിങ്ക് ആൻഡ് കോപ്പർ. അതിൽ സിൽവറിന്റെ അംശം
1% അല്ലെങ്കിൽ 0.1% പോലും ഇല്ല. ഇറ്റ്സ് ആൻ അലോയ് ഓഫ് ഒരു വൈറ്റ് അലോയ് ആയതുകൊണ്ടാണ് അതിനെ സിൽവർ എന്നുള്ള പേര് വന്നത്. ജർമ്മൻ സിൽവർ എന്നും പറയാറുണ്ട്, നിക്കൽ സിൽവർ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. നിക്കൽ സിൽവറിലായാലും ജർമ്മൻ സിൽവറിലായാലും നോ സിൽവർ, ഇറ്റ്സ് എ വൈറ്റ് അലോയ് ഓഫ് നിക്കൽ, സിങ്ക് ആൻഡ് കോപ്പർ. പിന്നെ സിൽവർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫൈനസ്റ്റ് സിൽവർ എന്ന് പറയുന്നത് ഫൈൻ സിൽവർ ആണ്. 99.9% സിൽവർ ആണ്. ഫൈൻ സിൽവർ എന്ന് പറയും. 99.9% സിൽവർ ആണ്. പക്ഷെ നമുക്കറിയാം ഗോൾഡ് പോലെ തന്നെ കൂടുതൽ പ്യൂരിറ്റി ആകുമ്പോൾ അത് പെട്ടെന്ന് ബ്രിട്ടിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കോപ്പർ ആഡ് ചെയ്യാറുണ്ട്. കോപ്പർ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന സെക്കൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള സിൽവറിനെ നമ്മൾ സ്റ്റെർലിംഗ് സിൽവർ എന്ന് പറയും. അതിൽ 92.5% സിൽവറും ബാക്കി കോപ്പർ ആണ് അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഫൈൻ സിൽവറിനെ ബ്രിട്ടിൽനെസ് കുറയ്ക്കാനായിട്ട് നമ്മൾ കോപ്പർ ആഡ് ചെയ്ത് കിട്ടുന്ന 92.5% സിൽവറിനെ നമ്മൾ സ്റ്റെർലിംഗ് സിൽവർ എന്ന് പറയും. സോ ജർമ്മൻ സിൽവറിൽ നോ സിൽവർ, ഇറ്റ്സ് ഓൾസോ കാൾഡ് നിക്കൽ സിൽവർ. Okay, bell metal. 15th question. Bell metal contains. ബെൽ മെറ്റൽ ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ ബെല്ല്, സിമ്പൽ ഇതൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റൽ ബെൽ മെറ്റൽ എന്നാണ് പറയുന്നത്. ബെൽ മെറ്റലിൽ എത്ര പെർസെൻറ്റേജ് ആണ്, അതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്നാണ്, കോമ്പോസിഷൻ എന്താണ്? 70 to 70% കോപ്പറും റെസ്റ്റ് ടിന്നും ആണ് യൂസ് ചെയ്യുന്നത് ബെൽ മെറ്റൽ. ബെൽ മെറ്റൽ ഈസ് ലൈക്ക് ഒരു ബ്രോൺസിൻ്റെ അതേപോലത്തെ ഒരു അപ്പിയറൻസ് ഉള്ളതും, പക്ഷേ അതെന്താണ്, നമുക്ക് ബെല്ല്, സിമ്പൽ ഇതുപോലുള്ള സൗണ്ട് പ്രൊഡ്യൂസ്, അക്കോസ്റ്റിക് ആയിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെറ്റലാണ്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ബെൽ മെറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് 70 to 75% കോപ്പറും റസ്റ്റ് ടിന്നുമാണ്. ഓക്കെ, ബൈസൈക്കിൾ ഫ്രെയിം ഉണ്ടാക്കുന്ന പൈപ്സ് ഫോർ ബൈസൈക്കിൾ ഫ്രെയിംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. ബൈസൈക്കിളിന്റെ ഫ്രെയിം ഉണ്ടാക്കുന്ന പൈപ്പ് എന്ത് ടൈപ്പ് സ്റ്റീലാണ്? ഇറ്റ്സ് എ കോൾഡ് റോൾഡ് സ്റ്റീൽ. പൈപ്സ് ഫോർ ബൈസൈക്കിൾ ഫ്രെയിംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കോൾഡ് റോൾഡ് സ്റ്റീൽ. ഇപ്പോൾ കാർബൺ ഉണ്ട്, കാർബൺ സ്റ്റീല് ലൈറ്റ് വെയിറ്റ് ഉള്ള കാർബൺ സ്റ്റീലായിട്ടും പൈപ്പ് വരാറുണ്ട് ബൈസൈക്കിൾ ഫ്രെയിം. ബേസിക്കലി നമ്മൾ സാധാരണ നമ്മൾ പണ്ട് മുതൽ യൂസ് ചെയ്ത് വരുന്ന സൈക്കിളിന്റെ ഫ്രെയിമുകളൊക്കെ ഉണ്ടാക്കുന്നത് കോൾഡ് റോൾഡ് സ്റ്റീലാണ്. The silicon steel is widely used. ഇത് നമ്മൾ കഴിഞ്ഞ സെറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് എന്ത് ഇൻഡസ്ട്രി എന്നാണെന്ന് ചോദിച്ചത്. സിലിക്കൺ സ്റ്റീൽ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ വിച്ച് ഇൻഡസ്ട്രി? നമ്മൾ പറഞ്ഞ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയാണ്. സോ ഇത് നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം. കണക്ടിങ് റോഡ്സ്, കട്ടിംഗ് ടൂൾസ്, മോട്ടോർ ക്രാങ്ക് ഷാഫ്റ്റ്, ജനറേറ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ഇൻ ദ ഫോം ഓഫ് ലാമിനേറ്റഡ് കോർ. സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി തന്നെയാണ്. ജനറേറ്റർ ആൻഡ് ട്രാൻസ്ഫോമറിന്റെ ലാമിനേറ്റഡ് കോർ ആയിട്ടാണ് നമ്മൾ സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. Okay, 18th question. Vanadium in high speed steel. ഹൈ സ്പീഡ് സ്റ്റീലിൽ വനേഡിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? Promotes decarbonization, provides high hot hardness, forms very hard carbides and thus increases wear resistance, promotes retention of austenite. വനേഡിയം എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സ്റ്റീലിൽ യൂസ് ചെയ്യുന്നത്, ഹൈ സ്പീഡ് സ്റ്റീൽ നമുക്കറിയാം അത് യൂസ് ചെയ്യുന്നത് അതിൻ്റെ നമ്മളെ വെയർ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടാണ്. നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഹൈ വെയർ ആൻഡ് ടയർ ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഹൈ സ്പീഡ് സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വെനേഡിയം ആഡ് ചെയ്യുമ്പോൾ അതിനെ ഇൻക്രീസ് ചെയ്യുന്നത് ഒരു വെരി ഹാർഡ് കാർബൈഡ് ഫോം ചെയ്യുകയും സോ ദസ് ഇൻക്രീസസ് വെയർ റെസിസ്റ്റൻസ്, വെയർ ആൻഡ് ടയർ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു അഡിഷനാണ് വെനേഡിയം നമ്മൾ ഹൈ സ്പീഡ് സ്റ്റീലിൽ അഡിഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. Okay, 19th question. 1841 ഹൈ സ്പീഡ് സ്റ്റീൽ കണ്ടെയ്ൻസ്. അതായത് ഒരു ഹൈ സ്പീഡ് സ്റ്റീലിനെ ഡിനോട്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു നെയിമാണ് 1841. 1841 ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പോസിഷൻ വെച്ചിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. വനേഡിയം 4%, ക്രോമിയം 18, ടങ്സ്റ്റൻ 1. അതല്ല, വനേഡിയം 1%, ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന 1 എന്ന് പറയുന്നത് വനേഡിയത്തിന്റെ പെർസെൻറ്റേജ് ആണ്.
അപ്പോൾ ഹൈ സ്പീഡ് സ്റ്റീലിൻ്റെ ആ കോമ്പോസിഷൻ 184 എന്ന് പറയുന്ന ആദ്യത്തെ രണ്ടെണ്ണം ടങ്സ്റ്റൻ്റെ പെർസെൻറ്റേജ്, അത് കഴിഞ്ഞ് ക്രോമിയം, അത് കഴിഞ്ഞ് വെനേഡിയം. വെനേഡിയം 1%, ക്രോമിയം 4%, ടങ്സ്റ്റൻ 18%. ഇപ്പോൾ 1842 ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൻ 18%, ക്രോമിയം 4%, വനേഡിയം 2%, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, കിൽഡ് സ്റ്റീൽസ് ആർ ദോ സ്റ്റീൽസ്. കിൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്? കിൽഡ് സ്റ്റീൽ വിച്ച് ആർ ഡിസ്ട്രോയിഡ് ബൈ ബേണിംഗ്, കത്തിച്ചപ്പോൾ ഡിസ്ട്രോയ് ആയതാണോ? വിച്ച് ആഫ്റ്റർ ദ ഡിസ്ട്രക്ഷൻ ആർ റീസൈക്കിൾ ടു പ്രൊഡ്യൂസ് ഫ്രഷ് സ്റ്റീൽ, അതായത് നശിച്ചു പോയതിനെ നമ്മൾ വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഫ്രഷ് സ്റ്റീൽ ആക്കിയതാണോ? വിച്ച് ആർ ഡി ഓക്സിഡൈസ്ഡ് വിത്ത് സിലിക്കൺ ആൻഡ് അലുമിനിയം ആണോ? ഇൻ വിച്ച് കാർബൺ ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ്. ആൻസർ ഈസ് വിച്ച് ആർ ഡി ഓക്സിഡൈസ്ഡ് വിത്ത് സിലിക്കൺ ആൻഡ് അലുമിനിയം. ആക്ച്വലി കിൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഡി ഓക്സിഡൈസ് ചെയ്ത സ്റ്റീലിനെയാണ് കിൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. നമ്മൾ അല്ലാതെ കിൽഡ് സ്റ്റീൽ എന്ന് വെച്ചാൽ ബേൺ ചെയ്ത് ഡിസ്ട്രോയ് ആയിപ്പോയ ഒരു സ്റ്റീലിനല്ല. നമ്മളുടെ അതേ ഫർണസിൽ വെച്ച് തന്നെ നമ്മൾ സിലിക്കണും അലുമിനിയം കൂടെ ആഡ് ചെയ്ത് നമ്മളിതിനെ പൂർണ്ണമായും ഓക്സിജൻ കളഞ്ഞതിന് ശേഷം കിട്ടുന്ന സ്റ്റീലിനെയാണ് നമ്മൾ കിൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഡി ഓക്സിഡൈസ്ഡ് ഫോം ഓഫ് സ്റ്റീലിനെയാണ് കിൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിന്നൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും നമ്മൾ വെൽഡിംഗ് ടെക്നോളജിയെ പറ്റിയിട്ടായിരിക്കും പഠിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. കൂടുതലും നമുക്ക് എങ്ങനെയാണ് വെൽഡിംഗ് ടെക്നോളജി, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ടെക്നോളജി എന്തൊക്കെയാണെന്നായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നെ ഫ്രെയിം ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ രീതിയിലുള്ള ഡിസ്കഷൻ ആയിരിക്കും. ഫിഗറും അതോടൊപ്പം തന്നെ വെൽഡിംഗ് ടെക്നോളജി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് ടെക്നോളജി എന്തൊക്കെയാണെന്നായിരിക്കും. വേറെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വേറെ കുറേ ടോപ്പിക്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ടോപ്പിക്സ് വേണമെന്നുള്ളവർ പ്ലീസ് കമൻറ്റ് ബിലോ ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത് ഞാൻ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഫ്ലോ എന്നുള്ള രീതിയിൽ വെൽഡിംഗ് ടെക്നോളജി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് സെറ്റ് MCQ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളൊരു എന്തൊക്കെയാണ് ടെക്നോളജി എന്നത്, വെൽഡിംഗ് ടെക്നോളജീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും പോകുന്നത്. ഫിഗറും അതുപോലെയുള്ള അതിൻ്റെ വർക്കിങ്ങും ബാക്കിയുള്ള അഡ്വാൻറ്റേജസ് ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, താങ്ക് യു.